നിലമ്പൂർ 2026-ൻ്റെ സൂചനയാണ്. ഒരു തെരഞ്ഞെടുപ്പും ഒരു തെരഞ്ഞെടുപ്പിൻ്റെയും സൂചനയല്ല. ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. അവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളായിരിക്കില്ല 2026-ലെ കേരള നിയമസഭയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ആര്യാൽ ഷൗക്കത്ത് 11,500 വോട്ടുകൾക്ക് ജയിക്കുമ്പോൾ കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ, ആഹ്ലാദിക്കാനും വകയുണ്ട്. പക്ഷേ പിണറായി വിജയൻ്റെ ഭരണം പോയാലേ എല്ലാം ശരിയാകൂ എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാ എതിർഘടകങ്ങളും ഉണ്ടായിട്ടും കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം UDFൻ്റെ ഭൂരിപക്ഷം 11,000-ൽ ഒതുങ്ങിപ്പോയി. അവിടെയാണ് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ കിങ് മേക്കർ എന്ന് പറയുന്നത് PV അൻവറാണ്. PV അൻവറിനെ സംബന്ധിച്ച് പിണറായി സത്തിനെതിരെ സമരം ചെയ്ത് പുറത്തു വന്ന് അവസാനം സതീശനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ നിലപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരാളെ സംബന്ധിച്ച് കേരള സമൂഹത്തിൽ വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ കരുതിയിരിക്കുമ്പോഴാണ് നിലമ്പൂരിൻ്റെ മുൻ MLAക്ക് നിലമ്പൂരിലെ ജനങ്ങൾ ഒറ്റയ്ക്ക് നിന്നപ്പോൾ കാര്യമായ പ്രചരണം നടത്താതെ, കുട്ടിക്കലാശം നടത്താതെ, പോസ്റ്ററും ഫ്ലെക്സും ഒന്നും ഇല്ലാതെ 19,000 വോട്ട് നേടിയത്. അത് അൻവറിനെ സംബന്ധിച്ചൊരു കരുത്താണ്. UDFൻ്റെ വിജയം അൻവറിൻ്റെ സംഭാവനയാണ്. കഴിഞ്ഞ 2 ഇലക്ഷനുകളിൽ PV അൻവറിന് വോട്ട് ചെയ്തിരുന്ന വലിയൊരു ശതമാനം ആളുകളെ അദ്ദേഹത്തിന് കൂടെ നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് LDFനെ സംബന്ധിച്ച് വലിയ ക്ഷീണവുമായി മാറി. ഒരുപക്ഷെ PV അൻവർ കോൺഗ്രസിൻ്റെ മുന്നണിയിൽ നിന്നാൽ പോലും ഈ ഇലക്ഷൻ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്ര എളുപ്പമൊന്നും ആകില്ലായിരുന്നു. കാരണം PV അൻവറും മത്സരിച്ചുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന 10,000-ഓളം വോട്ടുകൾ PV അൻവറിന് ലഭിക്കാനിടയായത്. പിന്നെ സ്വരാജ് എന്ന സ്ഥാനാർത്ഥി CPMനെ സംബന്ധിച്ചിടത്തോളം CPMന് ഏറ്റവും സ്വീകാര്യനായ സ്ഥാനാർത്ഥിയാണ്. CPMൻ്റെ പ്രവർത്തകർക്ക് സ്വീകാര്യമായ സ്ഥാനാർത്ഥിയാണ്. പക്ഷേ പൊതുസമൂഹത്തിന് സ്വരാജിൻ്റെ ചില വാക്കുകളും പ്രവൃത്തികളും എത്രമാത്രം സ്വീകാര്യമാണെന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നപ്പോൾ സ്വരാജിൻ്റെ സ്ഥാനത്ത് അയ്യപ്പനെയും മാളികപ്പുറത്തിനെയും കല്യാണം നടത്താൻ പോയ ഒരു രാഷ്ട്രീയക്കാരനോട് ആ വിശ്വാസങ്ങളുള്ള ജനങ്ങളെ സംബന്ധിച്ച് എന്ത് സമീപനമായിരിക്കും? 2021-ൽ തൃപ്പൂണിത്തുറയിൽ സ്വരാജ് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് സ്വരാജിൻ്റെ പരാജയത്തിൽ ഒരുപക്ഷെ ഈ പ്രസ്താവനകളൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയമല്ല ചർച്ച ചെയ്യും, പുതിയ വിഷയങ്ങളായിരിക്കാം. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് CPMനാണ് വലിയ നഷ്ടമുണ്ടായിരിക്കുന്നത്. അവരുടെ നിലവിലുണ്ടായിരുന്ന 14,000 വോട്ടുകൾ നിലമ്പൂർ കുറഞ്ഞു. കോൺഗ്രസിനെ സംബന്ധിച്ച് വിജയത്തിനിടയിലും അതായത് 44% വോട്ടുണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് 1% വോട്ടിൻ്റെ വർധനമാണ് ഈ 43-ൽ നിന്ന് 44%-ലേക്ക് വോട്ട് വർദ്ധിച്ചു. അപ്പോൾ പിണറായി വിജയനെതിരെ ഇത്ര ശക്തമായ ഭരണവികാരം ഉണ്ടെങ്കിൽ ആ വികാരം ഈ വോട്ടെടുപ്പിൽ ബാധിക്കേണ്ടതല്ലേ? ഇവിടെ അഭിനന്ദിക്കേണ്ട ഒരു കാര്യം കോൺഗ്രസിൻ്റെ സംബന്ധിച്ച് അതിനകത്ത് ഇപ്പോഴും അനൈക്യങ്ങളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ലീഗ് എന്ന സഖ്യകക്ഷി ആരെയും തലയും മുറുക്കി തന്നെയാണ് നിലമ്പൂർ ഇറങ്ങിയത്. ലീഗ് പോലൊരു സഖ്യകക്ഷി ഇത്ര ശക്തമായി നിന്നിട്ടും അവരുടെ വിജയം ആ 1% മാർജിന് അപ്പുറത്തേക്ക് പോകാൻ കഴിയാതെ പോയി. അത് ജാഗ്രതയോടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കേസാണ്. ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ 3 പ്രധാന കക്ഷികളിൽ ഒരു നഷ്ടവും സംഭവിക്കാത്തൊരു രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യമായിരിക്കും. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 148 വോട്ടുകളാണ് വർദ്ധിച്ചിട്ടുണ്ട്. ഈ ഒരു പരീക്ഷണത്തിൽ 148 വോട്ടുകൾ വലുതാണോ എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് കഴിഞ്ഞ തൃക്കാക്കര ഇലക്ഷന് അന്ന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്, പുൽപ്പള്ളിയിലെ ഇലക്ഷന് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു 2ാം സ്ഥാനത്ത് വന്ന പാലക്കാടും വോട്ട് കുറഞ്ഞു. പക്ഷേ നിലമ്പൂർ ആ വോട്ട് കുറഞ്ഞില്ലെന്ന് മാത്രമല്ല നേരിയൊരു വർധനം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആ കുറഞ്ഞത് ഒരുപക്ഷെ അന്ന് ഇലക്ഷൻ്റെ തലേന്ന് സ്ഥാനാർത്ഥിയൊക്കെ പറഞ്ഞ പോലെ ഈ സ്വരാജ് എഫക്റ്റ് ഒരു വലിയ വിഷയം തന്നെയാണ്. BJPയുടെ അനുഭാവികളിൽ നിന്നും BJPക്ക് ലഭിക്കുമായിരുന്ന കുറച്ച് വോട്ടുകൾ ഈ സ്വരാജിനോടുള്ള വൈരാഗ്യം വെച്ചാൽ ജയിക്കരുതെന്ന് കരുതി UDFന് ആരെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ വോട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിന് ജയിച്ചു, ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ജയിക്കും എന്ന് പറയുന്നതിലും മണ്ടത്തരമുണ്ട്. 2014 കാർത്തികേയൻ്റെ മരണശേഷം നടന്ന ബൈ ഇലക്ഷനിൽ അരുവിക്കരയിൽ ശബരിനാഥ് ആദ്യമായി ജയിക്കുന്നു. അന്ന് പലരും പറഞ്ഞത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ തുടർഭരണമെന്നാണ്. പിന്നെ 9 വർഷത്തോളം ഇപ്പോൾ പുറത്ത് നിൽക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേപോലെ തന്നെ 90-ലെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം 1 വർഷം കാലാവധിയുള്ള നിയമസഭ പിരിച്ചുവിട്ട ഇടതുപക്ഷം ഇലക്ഷനെ നേരിട്ടു. ആ ഇലക്ഷൻ ഇടതുപക്ഷം തോക്കുന്ന അവസ്ഥയുണ്ടായി.
2004 അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ 5 സംസ്ഥാനങ്ങളിലേക്ക് നമ്മൾ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി. ആ 4 സംസ്ഥാനങ്ങൾ പിടിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നപ്പോൾ, ഒരു വർഷം കാലാവധിയുള്ള ഭരണം ഉള്ള സർക്കാർ പിരിച്ചുവിട്ട ഇലക്ഷന് പോയി. പിന്നെ 10 വർഷം അവർ പുറകോട്ട് കൊണ്ടുപോകും. ഓരോ ഇലക്ഷനും ചർച്ച ചെയ്യപ്പെടുന്നത് ആ ദിവസത്തെ, ആ സമയത്തെ രാഷ്ട്രീയമാണ്. ഈ 2026 കേരളത്തിലെ പൊതുസമൂഹത്തിൽ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDFും VD സതീശൻ നൽകുന്ന UDFും രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യവും 3 ചേരികളിലായി നിൽക്കുമ്പോൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് ഇവിടെ ചിന്തിക്കേണ്ടത്. ഒരിക്കലും കേരളത്തിലെ സാമുദായിക സമവാക്യങ്ങളൊന്നും ആർക്കും അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ല. കാരണം BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തും അതുപോലെ ആറ്റിങ്ങലും കോട്ടയത്തും ആലപ്പുഴയിലും തൃശ്ശൂരുമൊക്കെ ഇടതുപക്ഷത്തിൻ്റെ കോൺക്രീറ്റിലെന്ന് വിശ്വസിക്കപ്പെടുന്ന, ഏറ്റവും ശക്തമെന്ന് വിശ്വസിക്കപ്പെടുന്ന, ഒരിക്കലും മാറില്ല എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈഴവ വോട്ട് ബാങ്ക് മാറിയതുകൊണ്ടാണ് BJPയെ സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ആ ഒരു സീറ്റ് ജയിച്ചു എന്ന് മാത്രമല്ല, ആറ്റിങ്ങൽ പോലുള്ള സീറ്റിൽ 15,000 വോട്ടിനാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ പരാജയപ്പെട്ടുള്ളൂ. 3,15,000 വോട്ട് നേടിയ മുരളീധരന് ഒരു 10,000 വോട്ടോട് നേടാൻ കഴിഞ്ഞാൽ 15,000 വോട്ട് നേടിയാൽ, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അത് നേടാൻ കഴിയില്ലാത്ത വോട്ടല്ല, 3 ലക്ഷം വോട്ട് നേടാൻ കഴിയുന്ന ഒരു 15,000 വോട്ട് നേടാൻ കഴിയും. അങ്ങനെ നേടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളത്തിന് BJPയുടെ MPമാരുടെ എണ്ണം 3 മാറുമായിരുന്നു. ഇത് തന്നെയാണ് അടുത്ത ഇലക്ഷൻ ചർച്ച ചെയ്യുന്നത്. 2016 തെരഞ്ഞെടുപ്പ് തൊട്ട് കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. ലീഗിനെ സംബന്ധിച്ച് തിരിച്ചു വന്നേ മതിയാവും. അവരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്, സഖ്യകക്ഷികൾക്കും ആവശ്യമാണ്. പക്ഷേ 1996 ശേഷമുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി സ്ഥാനാർത്ഥിക്ക് ലീഡർഷിപ്പിൽ വരുന്നത് ആൻ്റണി ആയാലും ഉമ്മൻചാണ്ടി ആയാലും ക്രൈസ്തവ ജനവിഭാഗങ്ങളിൽ നിന്ന്. ഈ ക്രൈസ്തവ ജനവിഭാഗമാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക്. ആ വോട്ട് ബാങ്ക് 2026 എന്ത് സംഭവിക്കും? ആ വോട്ട് ബാങ്കിലേക്ക് BJPക്ക് കടന്നു കയറാൻ കഴിയും. അങ്ങനെ BJP കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. വരുന്ന ഇലക്ഷനിലെ വിധി നിർണ്ണയിക്കുന്നതിലും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനാണ് പങ്ക്. കാരണം അവരെ എത്രമാത്രം മുന്നോട്ട് പോകുന്നു, എത്ര സീറ്റ് നേടുന്നു. ഒരുപക്ഷെ കേരളത്തിൽ 2026 സംഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷെ ഒരു തൂക്ക് സഭയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. 1965 ശേഷം ആർക്കും ഭൂരിപക്ഷമില്ലാത്ത ഒരു തൂക്ക് സഭ വന്നാൽ കേരളത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിനും BJPക്കും കഴിയും. ഓരോ തെരഞ്ഞെടുപ്പും ആ ദിവസത്തെ രാഷ്ട്രീയമാണ്, ആ സമയത്തെ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞുപോയ തെരഞ്ഞെടുപ്പ് മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രമൊന്നുമല്ല.